ഉള്ളിൽ നിന്നും പുറപ്പെട്ട് നമ്മെയും മറ്റുള്ളവരെയും അശുദ്ധമാക്കുന്ന എന്തെങ്കിലുമുണ്ടോ? എങ്കിൽ നമുക്ക് അതൊന്ന് കഴുകി ശുദ്ധമാക്കാം. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ആന്തരിക വിശുദ്ധിയുടെ പ്രാധാന്യത്തെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയിൽ പുറമേ നിന്ന് പ്രവേശിക്കുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, മറിച്ച് ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് എന്ന് യേശു പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ തകർക്കുന്ന പാപകരമായ ചില പ്രവൃത്തികൾ ഹൃദയത്തിലും മനോഭാവത്തിലും വേരൂന്നിയിരിക്കുന്നു. എന്തൊക്കെയാണ് ആ തിന്മകളെന്ന് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ പാപങ്ങളൊക്കെ ആന്തരികമായി ഉത്ഭവിച്ച് ബാഹ്യമായി പ്രകടമാകുന്നവയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളും പരിസരവും അശുദ്ധമായി തീരുന്നു. നമ്മുടെ അകം നിർമ്മലമായി, നമ്മുടെ ഉള്ള് നിർമ്മലമായി സൂക്ഷിക്കുവാനുള്ള ചില മാർഗങ്ങളാണ് പ്രതിവചന സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ പറയുന്നത്. ഉള്ള് നിർമ്മലമായി സൂക്ഷിക്കാൻ നമ്മുടെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നതാകണം. ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കണം, കർത്താവിൽ വിശ്വാസമർപ്പിക്കണം, ദൈവത്തിൻ്റെ നിയമം ഹൃദയത്തിൽ കുടികൊള്ളണം എന്നിങ്ങനെ. അങ്ങനെ ജ്ഞാനത്തിൽ ജീവിച്ച, ദൈവിക നിയമങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ച, ഉള്ളിൽ നിന്നും നന്മ പുറപ്പെടുവിച്ച സോളമൻ രാജാവിൻ്റെ മാതൃകയാണ് ഇന്നത്തെ ഒന്നാം വായന വരച്ചു കാട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, കേവലം ബാഹ്യ നിയമങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് മാറി ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്ന ഒരു ഹൃദയം നമുക്ക് വളർത്തിയെടുക്കാം. ഭക്തിയുടെ ബാഹ്യ പ്രകടനങ്ങൾക്കപ്പുറം ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധം നമുക്ക് സൃഷ്ടിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് കൂദാശകളിലൂടെ ലഭിക്കുന്ന കൃപയിലൂടെ ഉള്ള് വിശുദ്ധമാക്കാം. യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ജ്ഞാനസ്നാനത്തിലൂടെ സ്വന്തമാക്കിയത് വിശുദ്ധിയിൽ നിറയാൻ വേണ്ടിയിട്ടാണ്. ഓർക്കുക, ഒരാളുടെ മനസ്സും ഹൃദയവും മനോഭാവവുമാകുന്ന ഉള്ള് പവിത്രമാണെങ്കിൽ അയാളുടെ പരിസരവും പരിശുദ്ധമാകും. ആമേൻ.